ഞാനൊരു വണ്ടർലസ്റ്റാണ് എന്ന് ഞാൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. വണ്ടർലസ്റ്റ് ഇൻ ദ മലയാളം ഊര് തേണ്ടി. സോ ഗൈസ്, ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു വാക്കാണ്. ഡോണ്ട് ക്രിറ്റിസൈസ് ഇറ്റ്. എൻ്റെ ഒരു ആഗ്രഹം തന്നെ ഇങ്ങനെ ട്രാവൽ ബ്ലോഗറൊക്കെ ചെയ്ത് യൂട്യൂബിലൊക്കെ വൈറലായി അവിടെ നിന്നും കുറേ ക്യാഷ് കിട്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും ട്രാവൽ ചെയ്ത് സുഖമായി ജീവിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടോ എൻ്റെ അത്യാഗ്രഹം കാരണമാണെന്ന് തോന്നുന്നു യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് വളരെ വിരളമാണ്. എന്താ കാരണം? ഈവിളായി തന്നെ. ഐ എം സോറി ഗൈസ്, ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് കൺസെപ്റ്റ്. ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഫെയിൽ, ട്രൈ അഗെയിൻ, ഫെയിൽ ബെറ്റർ, സക്സസ് ഈസ് കമ്മിങ്. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു ചെറിയ യാത്രാ വിവരണത്തെ പറ്റി പറയാനാണ്. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പ്ലേസ് ഇൻ ദ UAE. ദാറ്റ് വാസ് ആൻ അമേസിംഗ് പ്ലേസ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് ടുഗദർ. വളരെ കുറഞ്ഞ ചിലവിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അൽ മംസാർ ബീച്ച് പാർക്ക്. 5 dirhams ആണ് എൻട്രി ഫീസ് വരുന്നത്. പർട്ടിക്കുലർലി വെഹിക്കിൾസ് എൻട്രി ചെയ്യാൻ പറ്റും. അതിന് 30 dirhams ആണ് വരുന്നത്. നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിലവിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ കയറിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഫുള്ള് ബീച്ച് സൈഡാണ്. ക്രിസ്റ്റൽ സ്കൈ ബ്ലൂ കളറിലുള്ള വാട്ടറായിരുന്നു. അതെനിക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. ഞാൻ ഇങ്ങനെ വേറൊരു വ്യൂ കണ്ടിട്ടുള്ളത് സലാലയിൽ പോയപ്പോഴാണ്. അത് വളരെ ഒരു മെസ്മറൈസിങ് വ്യൂ ആണ്. ചാറ്റൽ മഴ ആയതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ പല ഭാഗത്തും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന് വൈറ്റ് സ്പേസ് ഒരു പാർക്ക് അവൈലബിൾ ആണ്. അവിടെ കുക്ക് ചെയ്യാനുള്ള പെർമിഷൻ അവർ തരുന്നുണ്ട്. ഹവർ ഐ സോ ദർ ആർ സം റെസ്ട്രിക്ഷൻ ഡിസ്പ്ലേയിങ് ഓൺ ദ ബോർഡ്. ലൈക്ക് അവിടെ പെറ്റ്സ് അലോഡ് അല്ല. ആൻഡ് ഓൾസോ ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒന്നും അലോഡ് അല്ല. സോ അത് ശ്രദ്ധിക്കണം. നല്ലൊരു ഗാർഡൻ കണ്ടു. അതുകൂടാതെ പച്ച പുൽപ്പായ വിരിച്ച പോലെ കുറേ സ്ഥലമുണ്ട്. നല്ലൊരു സീനിക് ബ്യൂട്ടി ആയതിനാൽ റീൽസ് ചിത്രീകരണവുമായി ആൾക്കാർ തിരക്കുകൾ കൂട്ടുന്നത് കണ്ടു. കിടന്നും ഇരുന്നും ചരിഞ്ഞും കുറേ പോസുകളായി ഫോട്ടോ എടുക്കുന്നതും കണ്ടു. ബേബി ഷവർ, ബർത്ത്ഡേ പാർട്ടി, എല്ലാവിധ ഷൂട്ട്സും ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പ്രത്യേക രീതിയിൽ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്സും അവൈലബിൾ ആണ്. അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ സ്വിമ്മിങ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. കുറേ കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നത് കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോയി. RC ബോർഡ്സ് അവൈലബിൾ ആണ്. എനിക്കെന്തോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ സൺസെറ്റാണ്. അവിടെ നിന്ന് സൺസെറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സൺസെറ്റ്. പോകെ പോകെ സന്ധ്യയാവാൻ തുടങ്ങി. നാട്ടിലെ വാഗമരവും ആൽമരവും കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ നാട്ടിലെ ഓർമ്മകളിലേക്ക് വിരൽ ചൂണ്ടി. നല്ലൊരു സ്ഥലമായതിനാൽ വീണ്ടും കൂട്ടുകാരെ കൂട്ടി വരണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ അവിടെ കുറേ മാടത്തകളെ കണ്ടു. മുമ്പൊക്കെ ഒരു ഒറ്റ മൈനെ കാണുന്നത് അള്ളക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കെന്തോ അതിലൊന്നും വിശ്വാസമില്ല. അതിൽ വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾക്കായി ഞാൻ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഗൈസ്, ഇതും എൻ്റെ ജീവിതത്തിലെ പ്രീഷ്യസ് ആയിട്ടുള്ള ട്രാവൽ മെമ്മറി ആയി കഴിഞ്ഞു. സോ ഗൈസ്, യു മസ്റ്റ് ഹാവ് ടു വിസിറ്റ് ദാറ്റ് പ്ലേസ്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമില്ലേ, ഈവിളായി, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഡു കമൻറ്റ് ബിലോ. ഐ എം വെയിറ്റിംഗ് ഫോർ ദി ഇൻട്രസ്റ്റിംഗ് കമൻറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇനിയും കുറേ വിശേഷങ്ങളുമായി കാണുന്നതുവരെ താങ്ക് യു.